നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ 7 കമ്പനികളിലെ തൊഴിലവസരങ്ങൾ, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനുള്ള ബൾക്ക് ഹയറിംഗ് അവസരങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ISROയിലെ പോലെയുള്ള ചില അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ HCL ടെക് പോലെയുള്ള പ്രമുഖ IT കമ്പനികളെ, ആക്സെഞ്ചർ പോലെയുള്ള IT കമ്പനികളിലെ അവസരങ്ങൾ, ഇതൊന്നും കൂടാതെ കേരള IT മിഷനിലേക്കുള്ള ഹയറിംഗ്, ഇങ്ങനെ വിവിധമായിട്ടുള്ള ബൾക്ക് അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് EXL എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനിയിലെ അവസരങ്ങൾ മനസ്സിലാക്കാം. EXL എന്നുള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലൊക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഒരു ഫ്രഷർ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അസോസിയേറ്റ്, സീനിയർ അസോസിയേറ്റ്, അസിസ്റ്റന്റ് മാനേജർ, ഇങ്ങനെയൊക്കെയുള്ള തസ്തികകളിലേക്കാണ് ഹയറിംഗ്. അസോസിയേറ്റും അങ്ങനെയുള്ള തസ്തികകളിലൊക്കെ ഫ്രഷേഴ്സിനും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതിന്റെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. പക്ഷെ നല്ല കമ്മ്യൂണിക്കേഷൻ കാണും. കാരണം ഇതൊരു ഇന്റർനാഷണൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിക്കേഷനുള്ള ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതോടൊപ്പം MS ഓഫീസ് ടൂൾസ്, പ്രത്യേകിച്ച് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫോ പാർക്കിലുള്ള EXL അവസരമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കി. ഓർക്കുക, ഈ അവസരങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതാത് കമ്പനികളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇപ്പോൾ EXL അവസരം കഴിഞ്ഞ് ഇനി നമുക്ക് ലഭ്യമായിരിക്കുന്ന അവസരം HCL ടെക്കിലാണ്. HCL നാം അറിയുന്നത് പോലെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് ടോപ്പ് IT കമ്പനികളിൽ ഒന്നാണ്. അപ്പോൾ ഈ HCLലേക്ക് ഒരു ഗ്രാജുവേറ്റ് ട്രെയിനി ഒരു തസ്തികയിലേക്ക് ഒരു ഹയറിംഗ് നടക്കുന്നുണ്ട്. 2024-25 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും. അപ്പോൾ HCL ഈസ് ഹയറിംഗ് ഫോർ GT ഫ്രഷേഴ്സ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. BCom അല്ലെ BBAക്കാർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക, പ്രത്യേകിച്ച് 2024-25 പാസ് ഔട്ട് ആയിട്ടുള്ളവർ. ഓർക്കുക, ഇവരുമായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുവാണെങ്കിൽ 12 months, അതായത് 1 year ഒരു സർവീസ് എഗ്രിമെന്റ്, ഒരു ബോണ്ട് പോലെ ഉണ്ടായിരിക്കും. അതിനുള്ളിൽ ചാടി പോകാൻ പറ്റത്തില്ല. ഇൻ കേസ് നിങ്ങൾ ഈ 1 year ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 50,000 ഒരു ബ്രീച്ചിങ് എമൗണ്ട് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും എന്നിവരെ സൂചിപ്പിക്കുന്നുണ്ട്. 1 year HCL നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാകും. ഫിനാൻഷ്യൽ ഷെയർഡ് സർവീസസ് FSS എന്ന തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇനീഷ്യലി ലക്നൌയിലെ, നാഗ്പൂരിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. എന്നാൽ റീലൊക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ, ഓപ്പൺ ടു റീലൊക്കേറ്റ് എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം BCom BBA 2024-25 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് HCL അപേക്ഷിക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ അവസരം നമ്മുടെ കേരളത്തിൽ തന്നെ പ്രവർത്തനങ്ങളൊക്കെയുള്ള മലയാളി മാനേജ്മെന്റുള്ള ജോയി ആലുക്കാസ് ഗ്രൂപ്പിലേക്കാണ്. ഒരു 500 സെയിൽസ് എക്സിക്യൂട്ടീവുമാരെ ഹയർ ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഡിഗ്രിക്കാര്, +2കാര്, ഡിപ്ലോമക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 26 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ സൂചിപ്പിക്കുന്നത് ഇൻഡസ്ട്രി ബെസ്റ്റ് കോമ്പൻസേഷൻ ഉണ്ടാകും, ഇൻസെൻറ്റീവ്സ് ഉണ്ടാകും, അതുപോലെ ബോണസ് ഉണ്ടാകും, ലീവ് ബെനിഫിറ്റ്സ്, ഗ്രാറ്റുവിറ്റി, ESI, PF, മെഡിക്ലെയിം, ഇതുകൂടാതെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ടേം ഇൻഷുറൻസ്, അങ്ങനെയൊക്കെയുള്ള കുറേ ആനുകൂല്യങ്ങളുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ കോട്ടയത്ത് ജോയി ആലൂക്കാസ് ബേക്കർ ജംഗ്ഷനിൽ ജോയി മാൾ ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് നടക്കുക. 5-ാം തീയതി നവംബർ ബുധനാഴ്ച 10 മണിക്ക് 2 മണിക്ക് ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യുക. അതിന് മുമ്പ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. നമുക്ക് ആക്സെഞ്ചറിലെ അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ആക്സെഞ്ചർ എന്ന് പറഞ്ഞാൽ നാം അറിയുന്നത് പോലെ ഒരു പ്രമുഖമായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഒരു ബാംഗ്ലൂരിലേക്ക് ഒരു ഹയറിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഞ്ചിനീയർ SDE ഈ തസ്തികയിലേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിനും 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഞ്ചിനീയർ, ഇതിലൊരു സ്വഭാവം ഇവിടെ നൽകിയിട്ടുണ്ട്. അനലൈസ്, ഡിസൈൻ, കോഡ് ആൻഡ് ടെസ്റ്റ് മൾട്ടിപ്പിൾ കമ്പണൻസ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് കോഡിങ് അല്ലെ ഡിസൈന്, അനലൈസ്, ഇങ്ങനത്തേക്കുള്ള ജോലികളായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. നിങ്ങൾക്ക് എംബഡഡ് C അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും ഒരു 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്വഭാവം ഇവിടെ നൽകിയിട്ടുണ്ട്. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ക്വാളിഫിക്കേഷൻ 15 years ഓഫ് ഫുൾ ടൈം എഡ്യൂക്കേഷൻ, അതായത് 12th കഴിഞ്ഞ് ഒരു 3 year ഡിഗ്രി എങ്കിലും കഴിഞ്ഞാൽ, BTech ഒക്കെ കഴിഞ്ഞവർക്ക്
അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. വർക്ക് ലൊക്കേഷന് ഇവിടെ നൽകിയിട്ടുണ്ട്, ബാംഗ്ലൂരിലേക്കായിരിക്കും ഹയർ ചെയ്യുക. ആക്സെഞ്ചർ എന്ന ടോപ്പ് IT കമ്പനിയിലേക്ക്, മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് ഫ്രഷേഴ്സിൻ്റെ ഒരു അവസരം, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയർ എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് മറ്റൊരു അവസരം ഒന്ന് പരിശോധിക്കാം. ഈ അവസരം ലഭ്യമാക്കിയിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കേരള IT മിഷനിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. IT മിഷൻ്റെ 23 ഒക്ടോബറിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ. 7 നവംബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇന്റേൺഷിപ്പ് അവസരമാണ്. പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റൈഫൻഡ് ഒക്കെ ഉള്ള അവസരങ്ങളാണ്. അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് 6 മാസത്തെ ഇന്റേൺസിനെ ഹയർ ചെയ്യുന്നുണ്ട്. 10 പേരെ ആയിരിക്കും ഇതിന് ഹയർ ചെയ്യുക. അപ്പം നിങ്ങൾ സോഫ്റ്റ്വെയർ എന്തെങ്കിലുമൊക്കെ കോഴ്സ് കഴിഞ്ഞ് ജോലിയൊക്കെ ആയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റേൺഷിപ്പ് എടുത്താൽ എക്സ്പീരിയൻസ് ഒക്കെ നേടാനായിട്ട് കഴിയും. അപ്പോൾ 10 പേരെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് ഇന്റേൺസിനെ ഹയർ ചെയ്യുന്നുണ്ട്. 25 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. എലിജിബിലിറ്റി ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ MCA-കാർക്കോ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെ MSc IT-കാർക്കോ ഒക്കെ അപേക്ഷിക്കാം. പ്രത്യേകിച്ച് 2024-25 വർഷങ്ങളിൽ കഴിഞ്ഞവരെ ആയിരിക്കും ഇവരൊക്കെ കൂടുതലായിട്ട് പരിഗണിക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. 15,000 രൂപയായിരിക്കും പ്രതിമാസ സ്റ്റൈഫൻഡ്. പിന്നെ റിക്വയർഡ് പ്രൊഫഷൻസി, വെബ് ഡെവലപ്മെന്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇന്റേൺ CERT-K പ്രൊജക്ട്, ഇതിലേക്കും ഇന്റേൺഷിപ്പ് വേണ്ടി 5 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. 25 വയസ്സിൽ താഴെ ആയിരിക്കണം. ഇവിടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ PG-കാർക്ക് അപ്ലൈ ചെയ്യാം. അവരെ പറയുന്നുണ്ട് IT, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക്സ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ എന്തെങ്കിലും ഡിഗ്രി കഴിഞ്ഞവര്, അല്ലെ BTech കഴിഞ്ഞവര്, അല്ലെങ്കിൽ MCA അല്ലെ BSc MSc ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അവരൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് അറ്റ്ലീസ്റ്റ് 3 months അപ്രൂവ്ഡ് കോഴ്സ് ഇൻ സൈബർ സെക്യൂരിറ്റിയിൽ എന്തൊക്കെ കോഴ്സ് പഠിച്ചവരായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഈ സൈബർ സെക്യൂരിറ്റി ഒന്നും അല്ലെങ്കിൽ പോലും ഈ BTech MTech-കാർക്കോ MCA-കാർക്കോ BSc MSc-കാർക്കോ പഠിക്കാം. പക്ഷെ സൈബർ സെക്യൂരിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു 3 months കോഴ്സ് ചെയ്തിരിക്കണം. ഇവിടെയും സ്റ്റൈഫൻഡ് 15,000 ആണ്. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇന്റേൺസിനെ ഹയർ ചെയ്യുന്നുണ്ട്. 2 പേർക്കായിരിക്കും അവസരങ്ങളുള്ളത്. ഇത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ജേർണലിസം അല്ലെ മാസ് കമ്മ്യൂണിക്കേഷന് അല്ലെ ഇംഗ്ലീഷിൽ BA ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പക്ഷെ അവരൊരു 6 months സർട്ടിഫിക്കറ്റ് കോഴ്സ് സോഷ്യൽ മീഡിയയിലോ അങ്ങനത്തെ മാർക്കറ്റിങ്ങിലോ ഒക്കെ കഴിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കണ്ടന്റ് ക്രിയേഷന് കഴിയുന്നവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 24-25 വർഷങ്ങളിലൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയും 15,000 ആണ് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈഫൻഡ്. ഇതിലൊരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പം ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഓർക്കുക, കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള IT മിഷനിലെ 6 months ഇന്റേൺഷിപ്പാണ്. 7 നവംബർ വരെ അപേക്ഷിക്കാം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് അടുത്ത അവസരം ജെൻപാക്റ്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ജെൻപാക്റ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. പഴയ GE കമ്പനിയുടെയൊക്കെ ഭാഗമായിട്ടുള്ള ജെൻപാക്റ്റ് എന്ന കമ്പനിയിലേക്ക് മാനേജ്മെന്റ് ട്രെയിനിങ് ഓർഡർ ടു ക്യാഷ് ഒരു തസ്തികയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ BCom-കാർക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ പറയുന്ന BCom അല്ലെങ്കിൽ CA-കാര്, ഒറാക്കിൾ PA നോളജ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. കസ്റ്റമർ ബില്ലിംഗിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. മറ്റൊരു കാര്യം ഇവർ സൂചിപ്പിക്കുന്നത്, ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ഇയർ എൻഡ്, മന്ത് എൻഡ്, ഈ സമയത്തൊക്കെ കൂടുതൽ വർക്ക് വരുമ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ആ സമയത്ത് എക്സ്റ്റൻഡഡ് ടൈമിങ്ങിലും ഒക്കെ ജോലി ചെയ്യാനായിട്ട് പറ്റണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഫ്രഷേഴ്സ് ആയിട്ടുള്ള BCom-കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇത് GE കമ്പനിയുടെ ഉള്ള ജെൻപാക്റ്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ISRO-യിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ISRO-യുടെ കീഴിലുള്ള സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ SAC ആണ് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 24 ഒക്ടോബറിലാണ് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ SAC സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എന്താ ചെയ്യുന്നത്? അവര് ISRO-യുടെ കീഴിൽ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സ്പേസ് ബോൺ ഇൻസ്ട്രുമെന്റ്സ്, അതായത് സ്പേസിലേക്കൊക്കെ പോകുന്ന പല ഇൻസ്ട്രുമെന്റ്സും കമ്മ്യൂണിക്കേഷന് വേണ്ടി, നാവിഗേഷന് വേണ്ടി, റിമോട്ട് സെൻസിങ്ങിന് ഇവയ്ക്കൊക്കെയുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഡിസൈനും ഡെവലപ്മെന്റും ഒക്കെ ചെയ്യുന്നതാണ് ഈ സ്പേസ്
ആപ്ലിക്കേഷൻ സെൻറ്റർ അഹമ്മദാബാദ്. ഇവിടേക്കാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിറ്റേഴ്സ് 4 പേരെ ഹയർ ചെയ്യുന്നുണ്ട്, മെഷീനിസ്റ്റ് 3 പേരുണ്ട്, ഇലക്ട്രോണിക് മെക്കാനിക്ക് 15 പേരുണ്ട്, ലാബ് അസിസ്റ്റൻ്റ് 2 പേരെ ഹയർ ചെയ്യുന്നുണ്ട്, IT ICT SM അങ്ങനെയൊക്കെയുള്ള തസ്തികളിൽ 15 പേരെ ഹയർ ചെയ്യുന്നുണ്ട്, ഇലക്ട്രീഷ്യനായിട്ട് 8 പേരെ ഹയർ ചെയ്യുന്നുണ്ട്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 7 പേരെയുണ്ട്. വേറെയും വേക്കൻസികളുണ്ട്. ഈ വേക്കൻസികൾക്കൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുക. SSLC കഴിഞ്ഞിട്ട് ITI അല്ലെ NDC അല്ലെ NAC ഒക്കെ അതാത് ട്രേഡുകളിൽ കഴിഞ്ഞവർക്കായിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ഈ മറ്റൊരു അവസരമുള്ളത് ഫാർമസിസ്റ്റിൻ്റെയാണ്. ഫാർമസിസ്റ്റായിട്ട് ഡിപ്ലോമ ഇൻ ഫാർമസി ഫസ്റ്റ് ക്ലാസ്, അതായത് DPharm ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെയാണ് വേക്കൻസികൾ ലഭ്യമായിരിക്കുന്നത്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. 1-2 അത്യാവശ്യ കാര്യങ്ങൾ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. സെലക്ഷൻ എങ്ങനെയായിരിക്കും? ടെക്നീഷ്യൻ B തസ്തികയിലേക്ക് റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അപേക്ഷിക്കേണ്ടതായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലോസിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ 13/11, അതായത് നവംബർ 13-ാം തീയതി വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പോൾ ഇത് ISROയുടെ സൈറ്റിൽ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്, SIC.gov.in. അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്തു. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുള്ളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്. ഇതിൽ കൂടെയൊക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.